എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു PYQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 PSC നടത്തിയ ഒരു LD എക്സാമിനേഷനാണ്. എന്താണ് സ്പെഷ്യൽ എക്സാം ആയിരുന്നു, SC/ST കാറ്റഗറിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നതാണ് 2020 നടത്തിയ എക്സാം അല്ലേ, അപ്പോൾ നമ്മൾ പഴയ SCRTയിലെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് കൂടുതലും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? നമ്മുടെ കബനി നദിയിലാണ്. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കബനി നദിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. ഓക്കെ, കബനി നദിയുടെ നീളം എത്രയാണ്? കബനി നദിയുടെ നീളം എത്രയാണ്? 240 കിലോമീറ്റർ. 240 കിലോമീറ്റർ. കബനി നദിയുടെ നീളം എത്രയാണ്? 240 കിലോമീറ്റർ. നമ്മുടെ ബുള്ളറ്റിൻ പ്രകാരം എത്രയാണ്? നമ്മുടെ ബുള്ളറ്റിൻ PSC ബുള്ളറ്റിനിൽ വന്നപ്പോൾ നദിയുടെ നീളം എത്രയാണ് നൽകിയത്? 234 കിലോമീറ്ററുമാണ്. അതൊന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കബനി നദിയുടെ ആകെ നീളം എത്രയാണ്? 240 കിലോമീറ്റർ. ഇതേ നദിയുടെ കാര്യം ബുള്ളറ്റിനിൽ പറഞ്ഞപ്പോൾ എത്രയാണ് PSC പറഞ്ഞത്? PSC ബുള്ളറ്റിനിൽ എത്രയാണ് കബനി നദിയുടെ നീളം പറയുന്നത്? 234 കിലോമീറ്റർ. 234 കിലോമീറ്ററുമാണ്. ഓക്കെ, രണ്ട് ലെങ്ത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ഓക്കെ, എക്സാക്റ്റ് എത്രയാണ്? 240 തന്നെയാണ്. പക്ഷേ PSC ബുള്ളറ്റിനിൽ എത്രയാണ്? 234 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 240 അല്ലെങ്കിൽ 234 കിലോമീറ്ററിൽ എത്ര കിലോമീറ്ററാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്? കേരളത്തിൽ കൂടെ ഒഴുകുന്നത് എത്രയാണ്? 56.6 കിലോമീറ്റർ. 56.6 കിലോമീറ്റർ ദൂരമാണ് കബനി നദി കേരളത്തിലൂടെ ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും സെറ്റായേ. രണ്ട് നീളം പറഞ്ഞ് നീളം എത്രയാണ്? കബനി നദിയുടെ നീളം എത്രയാണ്? 240 കിലോമീറ്ററും PSC ബുള്ളറ്റിനിൽ എത്രയാണ് പറയുന്നത്? 234 കിലോമീറ്ററും. കേരളത്തിലൂടെ എത്രയാണ്? ഓക്കെ, ആകെ ലെങ്ത് 240 ആണ്. അതിൽ കേരളത്തിലൂടെ ഒഴുകുന്നത് എത്രയാണ്? 56.6. കേരളത്തിലൂടെ ഒഴുകുന്നത് 56.6 കിലോമീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും പഠിച്ചു. നമുക്കിനി ഇതിൻ്റെ ഉത്ഭവസ്ഥാനം കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ കബനി നദിയുടെ ഉത്ഭവസ്ഥാനവും കൂടി നോക്കാം. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? തൊണ്ടാർമുടി, വയനാട്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? തൊണ്ടാർമുടി വയനാട് ജില്ലയിൽ. ഓക്കെ, അപ്പോൾ കബനി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? തൊണ്ടാർമുടി. അതെവിടെയാണ്? വയനാട് ജില്ലയിലാണ്. ഓക്കെ, കബനി നദിയിലൊരു ഒരു ഡാം കൂടെ നമുക്ക് നോക്കാം. ബാണാസുര സാഗർ ഡാം ഏതിലാണ്? കബനി നദിയിലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? കബനി നദിയുടെ നീളം പറഞ്ഞു. എത്രയാണ്? 240 കിലോമീറ്ററും. ഓക്കെ, അത് PSC ബുള്ളറ്റിനിൽ എത്രയാണ് പറയുന്നത്? 234 കിലോമീറ്ററുമാണ്. ഓക്കെ, അടുത്ത കേരളത്തിലൂടെ എത്ര കിലോമീറ്റർ ഒഴുകുന്നു? 56.6 കിലോമീറ്റർ. 56.6 കിലോമീറ്ററാണ് കേരളത്തിൽ കൂടെ ഒഴുകുന്നത്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം തൊണ്ടാർമുടി, വയനാട് ജില്ല. പിന്നെന്താണ്? കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഓക്കെ, അപ്പോൾ നമ്മൾ കബനി നദിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. PSC ചോദിച്ച പോയിന്റ്സ് ആണ് നമ്മൾ എക്സ്ട്രാ നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വരുന്ന 10th പ്രിലിംസിനായാലും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേരളത്തിലെ നദികൾ. ഓക്കെ, അടുത്ത തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത്? ആരാണ്? ഗൗരി ലക്ഷ്മി ഭായ്. ആരാണ്? ഗൗരി ലക്ഷ്മി ഭായ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. അടുത്ത വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ഓക്കെ, നമ്മുടെ വ്യവസായം ഉൾപ്പെടുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥ എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ചോദ്യം വന്നത് നമ്മുടെ പഴയ SCRT തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു
എന്താണ് ഏതൊക്കെ വിഭാഗങ്ങൾ ഏതൊക്കെ മേഖലയിൽ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് ആ ഒരു പോർഷൻ പഠിച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ആദ്യം എന്താണ് പ്രാഥമിക മേഖല. അതിലെന്തൊക്കെ വരും? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. ഓക്കെ, കൃഷിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്താണ് പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. അടുത്ത എന്താണ് വനപരിപാലനം. വനപരിപാലനം ഏതാണ് പ്രാഥമിക മേഖലയിലാണ്. മത്സ്യബന്ധനം പിന്നെന്താണ് ഖനനം. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ എന്താണ് ഇതിലുള്ള ഓപ്ഷൻസ് SCRT-യിൽ പറഞ്ഞിട്ടുള്ള പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയും ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നവയും തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നവയും എന്താണ് SCRT പറയുന്ന ഉദാഹരണങ്ങൾ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഇതിൽ നിന്ന് ചോദിക്കും. ഓക്കെ, അത് ഞാൻ പറയുന്നത് 10th പ്രിലിംസിനൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത എന്താണ് പ്രാഥമിക മേഖല? നമുക്കൊന്നുകൂടെ പറയാം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം മത്സ്യബന്ധനം ഖനനം ഇവയൊക്കെ ഇതിലാണ് വരുന്നത് പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. അടുത്ത എന്താണ് ദ്വിതീയ മേഖല അതാ നമ്മുടെ വ്യവസായം. ക്വസ്റ്റ്യനിൽ വന്ന വ്യവസായം. പിന്നെന്താണ് വൈദ്യുതി ഉൽപ്പാദനം. പിന്നെന്താണ് കെട്ടിട നിർമ്മാണം. ഓക്കെ, അപ്പോൾ ദ്വിതീയ മേഖലയിൽ വരുന്ന ഏതൊക്കെയാണ്? വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. അടുത്ത എന്താണ് തൃതീയ മേഖല അഥവാ സേവന മേഖല എന്നറിയപ്പെടുന്നു. ഓക്കെ, തൃതീയ മേഖല വേറൊരു പേരെന്താണ്? വേറൊരു നെയിം എന്താണ്? സേവന മേഖല. എന്തൊക്കെ വരുന്നു? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയും എന്താണ് ഒരുപാട് നമുക്ക് ഉദാഹരണം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സേവന മേഖല അഥവാ തൃതീയ മേഖലയിൽ വരുന്ന ഏതൊക്കെയാണ്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ. ഓക്കെ, ഇവയെല്ലാം എന്താണ് തൃതീയ മേഖലയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 മേഖലകളും പഠിച്ചു. അതിൽ വരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഏത് മേഖലയിലാണ്? വ്യവസായം തൃതീയ മേഖല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ദ്വിതീയ മേഖല. വ്യവസായം ഉൾപ്പെടുന്നതാണ് ദ്വിതീയ മേഖല. നമ്മുടെ സേവന മേഖലയും തൃതീയ മേഖല ഒരു നിയമ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 മേഖലയിൽ വരുന്നതെയും സമ്പദ് വ്യവസ്ഥയിൽ 3 മേഖലകൾ വരുന്ന എന്താണ് അതിൽ ഉദാഹരണങ്ങൾ ഏതൊക്കെ മേഖലയിൽ വരും എന്നുള്ള ഉദാഹരണം നമ്മൾ SCRT-യിൽ എന്താണ് ഇപ്പോൾ ചാപ്റ്ററിൽ പോയിന്റ്സ് വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണെന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഇതും എന്താണ്? ഇത് 10ാം ക്ലാസ്സിലെ പൊതുഭരണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്നാണ് പഴയ SCRT-യിൽ. ആ ഒരു പാഠത്തിൽ നിന്ന് തന്നെ ഈ ഒരു എക്സാമിന് മാത്രം തന്നെ 4-ന് പുറത്ത് 4-5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സിവിക്സിൽ എന്താണ് പഠിക്കാൻ പറ്റിയ നല്ലൊരു പാഠമാണത്. ഈ ഗവേണൻസിനെ പറ്റിയും പിന്നെ ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അതിനെപ്പറ്റിയൊക്കെ എന്താണ് വലിയ ഡീറ്റെയിൽ ആയിട്ടല്ല, പക്ഷേ എന്താണ് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് പോയിന്റ്സും നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ പറ്റിയുള്ള ബേസിക് പോയിന്റ്സ് പറയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ കുറിച്ച് എന്താണ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെ കുഴപ്പിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം പറഞ്ഞൊരു അടിപൊളി പാഠമാണ്. പാഠപുസ്തകം മാറിയെന്നും പറഞ്ഞ് ആ പാഠം വായിക്കാതെ പോകരുത് എക്സാമിന്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് SCRT പറയുന്ന ആ പോയിന്റ് നോക്കിയിട്ട് വരാം. ഓക്കെ, ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി. ഇവിടെ ഞാൻ എന്താണ് SCRT-യിലൊരു പോർഷൻ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കെന്താണ് ഇതിലൊരു പത്ര കട്ടിങ്സ് ഒക്കെ കൊണ്ട് എന്താണ് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചു, നെൽകൃഷി വ്യാപിപ്പിക്കാൻ സർക്കാർ സഹായം, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്തു, നികുതി പിരിവിന് പ്രാദേശിക ക്യാമ്പുകൾ. അപ്പോൾ ഇതെല്ലാം എന്താണ് സർക്കാർ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഓരോ സേവനങ്ങളാണ്. ഇതെല്ലാം എന്താണ് നമ്മുടെ ഗവൺമെൻറ് എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ്. ഓക്കെ, നിങ്ങൾ എക്സാം ഒക്കെ എഴുതി എന്താണ് നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുക. ഓക്കെ, അവിടെ ഒരു പക്ഷാഭേദം ഒന്നും കാണിക്കരുത്. ഓക്കെ, അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം ജനക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് വാർത്തകളിൽ ഉള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ആരാണ്? ഓക്കെ, അപ്പോൾ ലഭ്യമാക്കുന്നത് ആരാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണെന്ന്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭരണനിർവഹണത്തിന് എന്താണ് സഹായിക്കുന്നതിനും എന്താണ് അവർക്ക് ഗവൺമെൻറ് നടപ്പാക്കുന്ന പല നയങ്ങളും എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പല ക്ഷേമ പ്രവർത്തനങ്ങളും എന്താണ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്താണ് ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് തന്നെ രൂപം നൽകിയിരിക്കുന്നു.
പ്രാദേശിക തലം മുതൽ കേന്ദ്രതലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്രാദേശിക തലം തൊട്ട് നമ്മുടെ ഏറ്റവും താഴെ തട്ട് മുതൽ കേന്ദ്ര തലം വരെ എന്നാണ് വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവരിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് ഈ ജനങ്ങൾ നടപ്പാക്കുന്ന പല നയങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ സമൂഹമാണ്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആരിലൂടെയാണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആരിലൂടെയാണ്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരിലൂടെയാണ് അത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ്. ഉദ്യോഗസ്ഥ വൃന്ദ അഥവാ ബ്യൂറോക്രസിയിലൂടെയാണ്. ഓക്കെ, സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ SCERT നമ്മൾ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതെന്നാണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നമ്മുടെ പഴയ 10ാം ക്ലാസ്സിൽ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വേൾഡ് ഹിസ്റ്ററിയിൽ 10ാം ക്ലാസ്സിലാണ് കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത് പഴയ SCERTയിൽ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ SCERTയിൽ നമ്മൾ 8ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങുകയാണ്. അതായത് നമ്മൾ 10ൽ പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ അന്നത്തെ കുട്ടികൾ 10ൽ പഠിച്ച കാര്യം ഇന്നത്തെ കുട്ടികൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, അതെല്ലാം നമ്മൾ 10ൽ പഠിച്ച അതേ പോയിന്റ്സ്, കഴിഞ്ഞതിന് നമ്മൾ 10ൽ പഠിച്ച അതേ പോയിന്റ്സാണ് 8ൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? SCERT പറഞ്ഞ് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കയും യുദ്ധം ആരംഭിച്ചു. ഇംഗ്ലണ്ടും അമേരിക്കയിലെ കോളനികൾ 13 കോളനികൾ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം അവസാനിച്ചത് 1781 1781 അവസാനിച്ചു. ഓക്കെ, 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ പാരീസ് ഉടമ്പടി 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ഓക്കെ, തുടർന്ന് ഫിലാഡൽഫിയയിൽ നടന്ന ഭരണഘടനാ സമ്മേളനം ഓർത്തു വെച്ചു. അപ്പോൾ ഭരണഘടനാ സമ്മേളനം എവിടെയാണ് നടന്നത്? ഫിലാഡൽഫിയ. ഓക്കെ, തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഒരു ഭരണഘടന തയ്യാറാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിലാഡൽഫിയയിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ, അമേരിക്കയുടെ ഭരണഘടനാ സമ്മേളനം നടന്നത്. ആരാണ് രൂപം നൽകിയത്? അമേരിക്കൻ ഭരണഘടന. ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനയ്ക്ക് രൂപം നൽകി. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മളിവിടുത്തെ ചോദ്യം എന്താണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? 1783 പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, പാരീസ് ഉടമ്പടി. ഓക്കെ, അടുത്ത പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? ലോകസഭാ സ്പീക്കർ. ഓക്കെ, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ, സംയുക്ത സമ്മേളനം ലോകസഭയിൽ വെച്ചാണ് നടക്കുന്നത്. ലോകസഭാ നടപടി പ്രകാരമാണ് നടക്കുന്നത്. അതുകൊണ്ട് പാർലമെൻറ്റിലെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? നമ്മുടെ ലോകസഭാ സ്പീക്കറാണ്. അടുത്ത ചോദ്യം ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലാഹോറിലാണ്, പാകിസ്ഥാനിലാണ്, ഇന്ത്യയിലല്ല കേട്ടോ. ലാഹോറിലാണ് ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ലാഹോറിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, ഈ ഒരു ചോദ്യം നമ്മുടെ പുതിയ SCERTയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മുടെ 9ാം ക്ലാസ്സിൽ തന്നെ ജോഗ്രഫിയിൽ നമ്മുടെ ഉത്തരപർവ്വത മേഖല, പിന്നെ ഉത്തരമഹാസമതലം, ഉപദ്വീപ പീഠഭൂമി, തീരസമതലങ്ങളും ഇതിനെപ്പറ്റി ഓരോ ചാപ്റ്റർ വൈസ് പഠിച്ചു പോവുകയാണ്. നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിക്ക് നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും
നിങ്ങൾ ആ ഒരു പാഠം, ഈ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു പാഠമുണ്ട് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിൽ. ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾക്ക് എന്താണ് ഷുവർ ഷോർട്ടായിട്ട് നിങ്ങൾക്കൊരു 4 മാർക്ക് 3 മാർക്ക് എന്തായാലും അത് കിട്ടും. അതിൽ നിന്ന് ചോദിക്കും ഇന്ത്യൻ ജോഗ്രഫി. കാരണം അത്രയ്ക്ക് ഡെപ്ത് ആയിട്ടാണ് പറയുന്നത്. അതിൻ്റെ അതിർത്തികളും കാര്യങ്ങളും അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ എല്ലാം എന്താണ് അടിപൊളിയായിട്ട് പോകുന്ന പാഠമാണ്. ആ പാഠം നിങ്ങൾ വായിച്ചുകൊണ്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഇന്ത്യൻ ജോഗ്രഫി വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ അതിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഓക്കെ, പടിഞ്ഞാറ് തീരസമതലം. ഇതാ ഞാൻ പറഞ്ഞ ആ പുതിയ ചാപ്റ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഓക്കെ, നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരസമതലം എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിക്കും എന്താണ്? അറബിക്കടലിനിടയിലാണ്. നമുക്കറിയാം നമ്മൾ പടിഞ്ഞാറൻ തീരസമതലം നമ്മുടെ കേരളം ഉൾപ്പെടുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ്? ഗുജറാത്ത് മുതൽ എന്താണ്? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. ഓക്കെ, ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. ഓക്കെ, ഇതിൻ്റെ ഏകദേശ നീളം എത്രയാണ്? 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിൻ്റെ വീതി എത്രയാണ്? 10നും 15 കിലോമീറ്ററിന് ഇടയിലാണ്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്. ഓക്കെ, പടിഞ്ഞാറൻ തീരസമതലം. ഓക്കെ, എവിടം തൊട്ട് എവിടെയാണ്? ഗുജറാത്തിലെ കച്ച് മുതൽ എന്താണ്? കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നു. ഏകദേശം 1840 കിലോമീറ്റർ. 1840 കിലോമീറ്റർ നീളവും വീതി എത്രയാണ്? 10 മുതൽ 15. വീതി 10 മുതൽ 15. ഇതെന്താണ്? ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. അതായത് നമ്മുടെ കിഴക്കൻ തീരസമതലം വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഇവിടെ നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം എന്താണ്? കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ വീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, താഴ്ത്തപ്പെട്ടതാണ്. പക്ഷേ കിഴക്കൻ തീരസമതലം എന്താണ്? കടൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് വർഷം തോറും എന്താണ്? അതിൻ്റെ വിസ്തൃതി കൂടി വരികയാണ് കിഴക്കൻ തീരസമതലം. ഓക്കെ, അത് ഉയർത്തപ്പെട്ട തീരസമതലമാണ്. നമ്മൾ കേരളം ഉൾപ്പെടുന്ന ഭാഗം എന്താണ്? താഴ്ത്തപ്പെട്ട തീരസമതലമാണ്. ഓക്കെ, പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ SCERT പറയുന്ന നീളം എത്രയാണ്? 1840 കിലോമീറ്ററും വീതി എത്രയാണ്? 10 മുതൽ 15 വരെയാണ്. ഓക്കെ, ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? പശ്ചിമ തീരസമതലത്തിൻ്റെ മധ്യഭാഗം ഏതാണ്? നമ്മുടെ കൊങ്കൺ തീരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിലവിൽ വന്ന നീതി ആയോഗ് എന്നാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്? 2015 ജനുവരി 1. ഓക്കെ, അടുത്ത എന്താണ്? നയൻകാര, അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം. അപ്പം നയൻകാര, അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? ഓക്കെ, ഇത് നമുക്ക് LD സിലബസിൽ, അതായത് 10th മെയിൻസിൻ്റെ സിലബസിൽ എന്താണ്? മിഡീവൽ ഇന്ത്യ, ഏൻഷ്യൻ്റ് ഇന്ത്യ ഒന്നും പഠിക്കാനില്ല, ഔട്ട് ഓഫ് സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? നയൻകാര, അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? വിജയനഗര സാമ്രാജ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഓക്കെ, അപ്പോൾ ധരാതലീയ ഭൂപടങ്ങളിൽ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? തെക്ക് വടക്ക് ദിശയിൽ. ഓക്കെ, അടുത്തെന്താണ്? ഇ ഗവേണൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ പൊതുഭരണം എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വന്നത്. നമുക്ക് എന്താണ് ആ ചാപ്റ്ററിൽ എന്ത് പറയുന്നത് നമുക്ക് നോക്കാം. ഇ ഗവേണൻസിനെ പറ്റി APJ അബ്ദുൽ കലാം എന്താണ് പറയുന്നത്? സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷാഭേദമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ്. ഓക്കെ, അപ്പോൾ ഈ ഗവേണൻസിനെ പറ്റി നമ്മുടെ മുൻ രാഷ്ട്രപതി APJ പറഞ്ഞ വാക്കുകളാണ്. ഓക്കെ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിൽ ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇ ഗവേണൻസ്? അതായത് എന്താണ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ എന്താണ്? ഭരണരംഗത്ത് ഉപയോഗിക്കുന്നതാണ് ഇ ഗവേണൻസ്. ഇതുവഴി എന്താണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും എന്താണ്? ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് ഇവിടെ?
ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് നമ്മുടെ ആൻസർ? ഇതാ, ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഭരണരംഗത്ത് എന്താണ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഈ ഗവേണൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്താണ്? താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതെന്നാണ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഹരിത വിപ്ലവം, ഹരിത വിപ്ലവം, ഹരിത വിപ്ലവം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? 2403 അടി. 2403 അടി. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഇതാ വീണ്ടും നമ്മുടെ ആ പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് SCRT എന്താണ് പറയുന്നത് നോക്കാം. ലോക്പാലും ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതികൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. കോടതി നടപടികളുടെ രീതിയിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം അതാ അടക്കുന്നു. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. ഓക്കെ, ഏതാണ് നമ്മുടെ ലോക്പാൽ. 15 ഓപ്ഷൻ ഡി ആണ്. അടുത്തെന്താണ്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് ഉള്ളത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് ഉള്ളത്? നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഭൂമിയുടെ എന്താണ് ഉള്ളറകളെ കുറിച്ച് നോക്കാം. എന്താണ്? ഭൂവൽക്കവും മാൻറ്റിലും കാമ്പുമായിട്ടൊക്കെ എന്താണ് വേർതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം എന്താണ് ഭൂവൽക്കം? എന്താണ്? ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ്. ഏകദേശം 40 കിലോമീറ്റർ കനമുണ്ട്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഓക്കെ, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ എന്ത് വിളിക്കുന്നു? സിയാൽ എന്ന് വിളിക്കുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ എന്താണ്? സിമ എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ വൻകര ഭൂവൽക്കത്തെ എന്താണെന്ന് വിളിക്കുന്നു? സിയാൽ എന്നും. സമുദ്ര ഭൂവൽക്കത്തെ എന്താണ്? സിമ എന്നും വിളിക്കുന്നു. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭൂവൽക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് 2 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അടുത്തെന്താണ്? മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയാണ് മാൻഡിൽ. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി എന്താണ് 2900 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ആഴമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാൻഡിലിൽ എത്രയാണ്? ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ്. മാൻഡിൽ 2 ഭാഗങ്ങളുണ്ട്, ഉപരിമാൻഡിലും അധോ മാൻഡിലും. ഓക്കെ, അപ്പോൾ ഉപരിമാൻഡിൽ എന്താണ്? അധോ മാൻഡിൽ എന്താണ്? ഉപരിമാൻഡിൽ സിലിക്ക സംയുക്തങ്ങൾ കൊണ്ട് അപ്പോൾ ഉപരിമാൻഡിൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ്. ഓക്കെ, ഉപരിമാൻഡിൽ ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. ഉപരിമാൻഡിൽ ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. അടുത്തെന്താണ്? അധോ മാൻഡിൽ. ഉപരിമാൻഡിൽ താഴെയാണ് അധോ മാൻഡിൽ. ഇതെന്താണ്? ഇവിടുത്തെ പദാർത്ഥങ്ങൾ എങ്ങനെയാണ്? അർദ്ധദ്രാവക അവസ്ഥയിലുമാണ്. അടുത്ത നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാമ്പിനെ പറ്റിയാണ്. ഓക്കെ, പുറക്കാമ്പും അകക്കാമ്പും. കാമ്പ് ഭൂമിയുടെ കേന്ദ്രഭാഗം. കാമ്പ് എന്താണ്? ഭൂമിയുടെ കേന്ദ്രഭാഗം 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ. 2900 കിലോമീറ്റർ മുതൽ എത്രയാണ്? 6371 കിലോമീറ്റർ വരെയാണ്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പും അകക്കാമ്പും. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ എടുത്തേക്കാണ് നമ്മൾ എന്താണ് പഴയ SCRTയിൽ 8ാം ക്ലാസ്സിൽ നിന്നുള്ള ഒരു പോർഷൻ തന്നെയാണ്. ഇതെന്താണ്? അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എല്ലാ എക്സാമിനും എന്താണ് വേൾഡ് ജോഗ്രഫിയിലും ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് ചോദിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഭാഗത്തിലോട്ട് പോകാം. പുറക്കാമ്പും അകക്കാമ്പും. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. അതൊന്ന് ഓർത്തോളണം. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ എന്താണ്? ഉരുകിയ അവസ്ഥയിലാണ്.
ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ എന്താണ്? ഖരാവസ്ഥയിലാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. അതിന് കാരണം എന്താണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലമാണ്. പ്രധാനമായി നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കൾ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫ എന്നറിയപ്പെടുന്നു. ഓക്കെ, നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കൾ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, പുറക്കാമ്പും അകക്കാമ്പും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? അകക്കാമ്പ് ഏതവസ്ഥയിലാണ്? അകക്കാമ്പ് ഏതവസ്ഥയിലാണ്? അകക്കാമ്പ് ഏതവസ്ഥയിലാണ്? നമുക്ക് SCRT പറയുന്നത് നോക്കാം. അകക്കാമ്പ് ഏതവസ്ഥയിലാണ്? അകക്കാമ്പ് അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. അകക്കാമ്പ് ഏതവസ്ഥയിലാണ്? ഓക്കെ, ഖരാവസ്ഥയിലാണ്. നമ്മൾ SCRT പറയുന്ന പോയിന്റ് ഖരാവസ്ഥയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താണ്? പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? 2012. ഓക്കെ, അടുത്ത എന്താണ്? ഇന്ത്യയിൽ GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അസം. ഇന്ത്യയിൽ GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അസം. അടുത്തെന്താണ്? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. അത് ഓർത്തുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ജാതിക്കുമ്മി. ഏതാണ്? ജാതിക്കുമ്മി. ഓക്കെ, അടുത്തെന്താണ്? 921 നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്, ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ നമ്മുടെ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഡാഷ്. ഓക്കെ, പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ ഏതാണ്? സാർക്കോമിയർ. ഏതാണ്? സാർക്കോമിയർ. അടുത്ത എന്താണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഏതിൽ നിന്നാണ് വന്നത്? നമ്മുടെ പഴയ SCRTയിലെ 10ാം ക്ലാസ്സിലെ എന്താണ്? ജോഗ്രഫിയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഹോർമോണിനെയൊക്കെ പറ്റി, അന്തസ്രാവി ഗ്രന്ഥികളെ പറ്റി പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു നിങ്ങൾ ബയോളജി പഠിക്കുമ്പോൾ എന്താണ് ആ ഒരു പോർഷൻസ് കൂടെ നോക്കണം, പഴയ SCRT. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് SCRT പറയുന്നത് നോക്കാം. യൗവനം കാലം വരെ മാത്രമുള്ള ഗ്രന്ഥി. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ഓക്കെ, മാറലിന് പിന്നിലായിട്ടാണ് തൈമസ് എന്ന് പറയുന്ന അന്തസ്രാവി ഗ്രന്ഥി ഉള്ളത്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ എന്താണ്? ചുരുങ്ങി ചെറുതാകുന്നു. തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. യുവത്വ ഹോർമോൺ ഓർത്തോളാം. യുവത്വ ഹോർമോൺ നമുക്ക് പഠിക്കേണ്ട പോയിന്റ് അതാണ്. യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നു. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനും പിന്നെന്താണ്? അവയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ എന്താണ്? തൈമോസിൻ എന്ന ഹോർമോണിൻ്റെ പ്രധാന ധർമ്മം. ഈ ഒരു ബോക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും കളയാനായിട്ടില്ല ഇവിടെ. ഓക്കെ, അപ്പോൾ എന്താണ്? മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങിപ്പോകുന്നു. തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഈ ഹോർമോണിൻ്റെ ധർമ്മം എന്താണ്? നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനും എന്താണ്? അവിടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മൾ പഠിച്ചു. ഏതാണ്? തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ആ പഴയ നമ്മുടെ 10ാം ക്ലാസ്സിൽ എന്താണ്? ബയോളജിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡയറക്റ്റ് ചോദ്യം തന്നെയാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ബോക്സ് വായിച്ചുകൊണ്ട് പോയി കുട്ടികൾക്കെല്ലാം എന്താണ്? നല്ല കോൺഫിഡൻറ്റോടെ എന്താണ്? അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്ത എന്താണ്? ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഓക്കെ, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഏതാണ്? നമുക്ക് എന്താണ്? ഇതും നമ്മുടെ 9ാം ക്ലാസ്സിൽ എന്താണ്? ബയോളജി വന്നൊരു പാഠം തന്നെയാണ്. 9ാം ക്ലാസ്സിൽ എന്താണ്? കുറച്ച് പാഠങ്ങളുണ്ട്. അതായത് നമ്മുടെ രക്തപര്യനാവസ്ഥയെ പറ്റിയും പിന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ പറ്റിയും നമ്മുടെ വിസർജ്യ അവസ്ഥയെ പറ്റി പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 3-4 പാഠമുണ്ട്. അതൊരു പാഠം നല്ല അടിപൊളി പാഠം തന്നെയാണ്, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠമാണ്. പക്ഷേ ഇപ്പോഴത്തെ ടെസ്റ്റിനെ അപേക്ഷിച്ച് പഴയ ടെസ്റ്റ് കുറച്ചും കൂടെ വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. പഴയ ടെസ്റ്റ് കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ ടെസ്റ്റ് വായിക്കാൻ പാടാണ്. പഴയ ടെസ്റ്റ് പക്ഷേ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ആവും എല്ലാ പോയിന്റ്സും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിലെന്താണ് പറയുന്നത് നോക്കാം. ടെസ്റ്റിൽ എന്താണ് പറയുന്നത് നോക്കാം. ഷഡ്പദങ്ങൾ വിസർജന അവയവങ്ങൾ മൽപീജിയൻ നളികകളാണ്. ഷഡ്പദങ്ങളുടെ വിസർജന അവയവങ്ങൾ എന്താണ്? മൽപീജിയൻ നളികകളാണ്.
അന്നപഥത്തോട് ബന്ധപ്പെട്ട് കാണുന്ന ഇവ ശരീരദ്രവത്തിൽ നിന്ന് യൂറിക് ആസിഡ് പോലുള്ളവ എന്താണ് അന്നപഥത്തോട് ബന്ധപ്പെട്ടാണ് ഇവ കാണുന്നത്. ഇവ ശരീരദ്രവത്തിൽ നിന്ന് യൂറിക് ആസിഡ് പോലുള്ള മാലിന്യങ്ങൾ വേർതിരിച്ച് ദഹനാവശിഷ്ടങ്ങൾക്കൊപ്പം പുറന്തള്ളുന്നു. ഓക്കെ, അപ്പോൾ ഷഡ്പദങ്ങളുടെ വിസർജനാവയവങ്ങൾ ഏതൊക്കെയാണ്? മൽപീജിയൻ നളികകളാണ്. ഇവ അന്നപഥത്തോട് ചേർന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവ എന്താണ്? ശരീരദ്രവത്തിൽ, അതായത് നമ്മൾ ഷഡ്പദങ്ങളുടെ ശരീരദ്രവത്തിൽ നിന്നും യൂറിക് ആസിഡ് പോലുള്ള മാലിന്യങ്ങൾ വേർതിരിച്ച് ദഹനാവശിഷ്ടങ്ങൾക്കൊപ്പം പുറന്തള്ളുന്നു. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണ്? ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഓക്കെ ഏതാണ്? യൂറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് ഇവിടെ? ഏതാണ്? യൂറിക് ആസിഡ്. ഓക്കെ, അടുത്തെന്താണ്? ദിനാമ പദ്ധതി. ഒന്ന് വായിക്കാൻ ക്വസ്റ്റ്യൻ. ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾ ലിനേഴ്സ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? മസ്തിഷ്കത്തിലെ സുഷുമ്നയിലെ മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഏതാണ്? മസ്തിഷ്കത്തിലെ സുഷുമ്നയിലെ മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് സവിശേഷ കോശങ്ങൾ കൊണ്ടാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് SCERT പറയുന്നത് നോക്കാം. ഇതും 10ാം ക്ലാസ്സിൽ ബയോളജി ചാപ്റ്ററിൽ നിന്നതാണ്, പഴയ 10ാം ക്ലാസ്സിൽ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് എന്താണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്താണ് നമ്മളെ ക്വസ്റ്റ്യനിൽ ആൻസർ ഇട്ടിട്ടുണ്ട്. എന്താണ്? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന സവിശേഷ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മൈലിൻ ഷീത്തിന് എന്താണ്? തിളങ്ങുന്ന വെള്ള നിറമാണ്. മസ്തിഷ്കത്തിലെ സുഷുമ്നയിലെ മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. ഓക്കെ, അപ്പോൾ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും എന്താണ്? മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ എന്താണ്? കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നു. അപ്പോൾ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗം എന്താണ്? ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്, ഗ്രേ മാറ്ററും. ഓക്കെ, വൈറ്റ് മാറ്റർ എന്താണ്? മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന ഭാഗത്ത് വൈറ്റ് മാറ്ററും മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗത്ത് ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണ്? മസ്തിഷ്കത്തിലെ സുഷുമ്നയിലെ മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഏതാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തെന്താണ്? മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? യഥാർത്ഥവും തലതിരിഞ്ഞതും. അടുത്തെന്താണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓക്കെ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ആൻസർ ഏതാണ്? ഫെർമി. ഏതാണ്? ഓപ്ഷൻ ഡി, ഫെർമി. അടുത്തെന്താണ്? ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? നമ്മുടെ പാസ്കൽ നിയമമാണ്. ഓക്കെ, ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? പാസ്കൽ നിയമമാണ്. അടുത്തെന്താണ്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? സൂര്യനും നക്ഷത്രങ്ങൾക്കും എന്താണ്? വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? ഫ്യൂഷൻ പ്രവർത്തനം. ഓക്കെ, അപ്പോൾ നക്ഷത്രങ്ങളിലും സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ നടക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഓക്കെ, നമ്മൾ ആറ്റം ബോംബിൽ നടക്കുന്നത് എന്താണ്? നടക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷനാണ്. ഓക്കെ, ആറ്റം ബോംബിൽ എന്താണ്? ന്യൂക്ലിയർ ഫിഷനാണ്. ഓക്കെ, ആറ്റം ബോംബിൽ എന്താണ്? ന്യൂക്ലിയർ ഫിഷനാണ്. നമ്മുടെ സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ന്യൂക്ലിയർ ഫ്യൂഷനും. ഹൈഡ്രജൻ ബോംബിലും എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഹൈഡ്രജൻ ബോംബിലും എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ആറ്റം ബോംബിൽ ന്യൂക്ലിയർ ഫിഷനും ഹൈഡ്രജൻ ബോംബിലും സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളിൽ നടക്കുന്ന എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഫിഷൻ ആറ്റം ബോംബ്. ഓക്കെ, അടുത്താണ്? ഹരിതഗ്രഹവാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? ഹൈഡ്രജൻ. അടുത്തെന്താണ്? ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? കീബോർഡ്. അടുത്തെന്താണ്? താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? റാം ആണ്. റാൻഡം അക്സസ് മെമ്മറി. റാം ആണ്. താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? റാം ആണ്.
അടുത്തെന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പറയുന്നു? സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, നമുക്കിപ്പോൾ 10th മെയിൻസ് ആയാലും ഡിഗ്രി ലെവലായാലും നമുക്ക് IT പഠിക്കാൻ പറ്റിയ എന്താണ് നമ്മുടെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച +2 എന്താണ് അവരുടെ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച കുട്ടികൾക്കറിയാം അവരുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്. അവർ +2 പഠിച്ചതല്ല, +1 പഠിച്ച ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th മെയിൻസ് ആയാലും ഡിഗ്രി മെയിൻസ് ആയാലും നിങ്ങൾക്ക് IT വേറെ എങ്ങും പോകണ്ട, വേറെ ഒന്നിനെ ആശ്രയിക്കേണ്ട. നിങ്ങൾക്ക് ആ ഒരു ബുക്ക് മാത്രം പഠിച്ചാൽ മതി. അത് നിങ്ങൾ കിട്ടുന്നവരത് വാങ്ങിച്ചോളാം, വാങ്ങിക്കാൻ കിട്ടും, കടകളിൽ കിട്ടും. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. നമ്മുടെ +1 കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച കുട്ടികളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ബുക്ക് +1 ബുക്കാണ്. അതിൽ നിന്നൊക്കെയാണ് എന്താണ് ഈ ചോദ്യം വന്ന ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, പിന്നെ എന്താണ് സോഫ്റ്റ്വെയർസിൻ്റെ കാറ്റഗറി, അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ അതൊക്കെ എന്താണ് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തെന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം? ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഉദാഹരണം ഏതാണ്? ഇൻ്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഉദാഹരണം ഏതാണ്? ഇൻ്റർനെറ്റ്. അടുത്ത URLൻ്റെ ഫുൾ ഫോം, പിന്നെ QR കോഡിൻ്റെ ഫുൾ ഫോം, ഇതൊക്കെ PSC എന്താണ് മെയിനായിട്ട് ഈ ഫോഴ്സ് എക്സാമിനാണ് ഈ ഫുൾ ഫോം ഇത് രണ്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫുൾ ഫോം നമ്മുടെ UPIയുടെ ഫുൾ ഫോം. ഇതൊക്കെ പഠിച്ചേക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. താഴെ പറഞ്ഞ URLൻ്റെ പൂർണ്ണ രൂപം ഏതാണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്ത ചോദ്യം എന്താണ്? ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. ആരാണ്? ലോക്സഭാ സ്പീക്കർ. അടുത്തെന്താണ്? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ളതിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? ലോകസഭയിലെയും രാജ്യസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ എന്താണ് ചുവടെ ചേർത്തിട്ടുള്ളതിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? ലോകസഭയിലെയും രാജ്യസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അടുത്തെന്താണ്? സിമ്പിൾ ചോദ്യമാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണ്? ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി. അടുത്തെന്താണ്? സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റ്. അടുത്ത എന്താണ്? 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓക്കെ, നമ്മുടെ എന്താണ് 56 ഭാഷകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് പുതിയ സംസ്ഥാനങ്ങളൊക്കെ രൂപീകൃതമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 56 ഏഴാം ഭേദഗതി. അടുത്ത ചോദ്യം എന്താണ്? സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റെയാണ്? ഇ മുഹമ്മദ്. ഈങ്കുലാവിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആരാണ്? PJ ആന്റണി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കവളപ്പാറ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, അടുത്ത എന്താണ്? ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ്? നമ്മുടെ അയൽ സംസ്ഥാനമായ ബംഗ്ലാദേശിൻ്റെ. അടുത്തെന്താണ്? ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേരെന്താണ്? ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡറിൻ്റെ പേരെന്താണ് ചോദിച്ചേക്കുന്നത്? ഓക്കെ, ലാൻഡറിൻ്റെ പേരെന്താണ്? വിക്രം. ഓക്കെ, എന്താണ്? വിക്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2020 നടന്ന സ്പെഷ്യൽ കാറ്റഗറിക്ക് വേണ്ടിയുള്ള LD എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. മിക്കതും SCRT നിന്നാണ് വന്നത്. ഇത് പഴയ SCRT ബേസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പഴയ SCRT നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം, അത് മാറ്റി നിർത്തരുത്. അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും നമ്മുടെ വരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം അത് കാണുന്നതായിരിക്കും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മളെ പരീക്ഷ ഡേറ്റുകളൊക്കെ അടുത്തടുത്ത് വരികയാണ്. പഠിച്ചതൊക്കെ വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.